ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്നത്തെ ന്യൂസ് അനാലിസിസിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഇന്ന് മെജോറിറ്റി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സയൻസ് ആൻഡ് ടെക് ന്യൂസ് ഹെഡ്ലൈൻസ് ആണ്. അപ്പോൾ ഏതൊക്കെയെന്ന് നോക്കാം. സോ ഫസ്റ്റ് ന്യൂസ് ഹെഡ്ലൈൻ വന്നിട്ട് സയൻറ്റിസ്റ്റ് ഡിറ്റക്ട് ഹെവിയസ്റ്റ് പ്രോട്ടോൺ എമിറ്റർ അസ്റ്റാറ്റിൻ 188. അപ്പോൾ പ്രോട്ടോൺ എമിറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. പാർട്ടിക്കൽ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. സെക്കൻഡ് വൺ, ന്യൂ ആപ്പ് ഹെൽപ്സ് കമ്മ്യൂട്ടേഴ്സ് പിക്ക് ഗ്രീനർ റൂട്ട്സ് ഓൺ റോഡ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആസ്പെക്റ്റിലുള്ള ന്യൂസാണ്. Third one, using bacteriophages to combat antimicrobial resistance. അപ്പോൾ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കോമ്പാക്ട് ചെയ്യാം, എന്ത് യൂസ് ചെയ്തിട്ട്? ബാക്ടീരിയോഫാജ് യൂസ് ചെയ്തിട്ട്. അതാണ് തേർഡ് ന്യൂസ് വന്നിട്ട്. ഫോർത്ത് വൺ, ആക്സിയം മിഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അനാലിസിലോട്ട് പോകാം. സോ ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോൺ എമിറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഡിസ്കവറി ഓഫ് 188 അസ്റ്റാറ്റിൻ പ്രോട്ടോൺ എമിഷൻ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഹെവിയസ്റ്റ് നോൺ പ്രോട്ടോൺ എമിറ്റർ ആയിട്ടാണ് ഇപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് അസ്റ്റാറ്റിൻ 188 തന്നെ. കാരണം ഇതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് വെച്ചാൽ 190 മൈക്രോ സെക്കൻഡ്സ് ആണ്, മേക്കിംഗ് എ റെയർ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഒബ്സർവേഷൻ ഇൻ ന്യൂക്ലിയർ ഫിസിക്സ്. അപ്പോൾ ഇത്ര നാളും ഉണ്ടായിരുന്ന പ്രോട്ടോ എമിറ്ററിലൊക്കെ ഹാഫ് ലൈഫ് വളരെ കുറവാണ്, പെട്ടെന്ന് തന്നെ ഡീക്ക് ആയി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അസ്റ്റാറ്റിൻ്റെ ഹാഫ് ലൈഫ് മെഷർ എന്ന് പറയുന്നത് 190 മൈക്രോ സെക്കൻഡ്സ് ആക്ച്വലി ഒരു ഹെവിയസ്റ്റ് ആയിട്ടുള്ള നോൺ പ്രോട്ടോൺ എമിറ്ററാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇൻ കൊളാബറേഷൻ വിത്ത് എന്തൊക്കെയാണ് ഡിറ്റക്ഷൻ ടെക്നിക്സിൻ്റെയും തിയററ്റിക്കൽ മോഡലിങ്ങിൻ്റെയും കൊളാബറേഷൻ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇതിൻ്റെ ഡിസ്കവറി ഉണ്ടായിട്ടുള്ളത്. ഇത് മെയിനായിട്ട് ഇന്ത്യയുടെ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ ലെഡ് ബൈ IIT റൂർക്കി ആൻഡ് ഇന്റർനാഷണൽ പാർട്ട്നേഴ്സ്. ആ ഒരു കൊളാബറേഷൻ ഒരു ഇന്ത്യൻ കൊളാബറേഷൻ്റെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഹൈലി സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു റിസർച്ച് ഔട്ട്കമ്മിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് കൺഫേമിങ് ദ ന്യൂക്ലിയസ് ഈസ് സ്ട്രോങ്ലി പ്രൊലൈറ്റ് ഇൻ ദ സെൻസ് വാട്ടർ മെലൺ ഷേപ്ഡ് ആണ്. അതായത് ഈ ഒരു ഡിസ്കവറി അതിൻ്റെ ഒരു സ്ട്രക്ചറലായിട്ടുള്ള അനാലിസിസ് എന്താണ് ഔട്ട്കം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ്. എസ്പെഷ്യലി ഇതിനെ സ്ട്രോങ്ലി പ്രൊലൈറ്റ് സ്റ്റേറ്റ് എന്നുള്ളത്, അതായത് വാട്ടർമെലൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ മെയിൻ ഒരു സ്ട്രക്ചറൽ അപ്പിയറൻസ് ഉള്ളതെന്നുള്ളൊരു കണ്ടുപിടുത്തം ഇത് മൂലം ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ന്യൂക്ലിയർ ഫിസിക്സിൽ മെയിനായിട്ട് ന്യൂക്ലിയർ സ്ട്രക്ചർ ഫിസിക്സിലാണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ലാബ് ബേസ്ഡ് കൺഫർമേഷൻ ഓഫ് പ്രോട്ടോൺ എമിഷൻ ഫ്രം സച്ച് എ ഹെവി ന്യൂക്ലിയസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹെവി ന്യൂക്ലിയസിൽ നിന്ന് ആദ്യമായിട്ട് ഒരു പ്രോട്ടോൺ എമിഷൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടുന്നത് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ്. ഓക്കെ, ഇതിൻ്റെ വേറൊരു ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് എക്സോട്ടിക് ന്യൂക്ലിയർ ആൻഡ് ലിമിറ്റ്സ് ഓഫ് ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി. അപ്പോൾ ന്യൂക്ലിയസിന് എത്രത്തോളം സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നും എക്സോട്ടിക്, അതായത് കമ്പൈൻ ചെയ്തിട്ടാണ് നോർമലി എർത്തിൽ കാണാത്ത ഉള്ളൊരു എക്സോട്ടിക് ന്യൂക്ലിയർ ഡിസ്കവറിക്കും ഇതൊരു ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ്സ് ടു ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ ടൈമിനെ നമ്മൾ എന്ത് പറഞ്ഞാൽ പ്രോട്ടോൺ ഡ്രിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ എത്രത്തോളം ഡ്രിപ്പ് ലിമിറ്റിൽ ന്യൂക്ലിയർ സ്റ്റേബിളായിട്ട് നിൽക്കും എന്ന് മനസ്സിലാക്കുന്നതാണ് ആക്ച്വലി പ്രോട്ടോൺ ഡ്രിപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിലിംസ് പോയിന്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വെച്ചാൽ റേഡിയോ ആക്റ്റീവ് ഡീകെ ടൈപ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ പ്രോട്ടോൺ എമിഷൻ, സെക്കൻഡ് വൺ ഇസ് ആൽഫ ഡീകെ, തേർഡ് വൺ ഇസ് ബീറ്റ ഗാമ ഡീകെ. അങ്ങനെ 3 types ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ എന്നുള്ളത്. ഇപ്പോൾ പ്രോട്ടോൺ എമിഷനിൽ എന്താണ്, അത് വളരെ റെയർ ആണ്. പ്രോട്ടോൺ ഈസ് എജക്റ്റഡ് ഫ്രം ദ ന്യൂക്ലിയസ് നിന്നാണ് ആക്ച്വലി പ്രോട്ടോൺ എജക്ട് ചെയ്യുന്നത്. അതേസമയം ആൽഫ ഡീകെ എന്ന് വെച്ചാൽ ഇറ്റ് എമിറ്റ്സ് ഹീലിയം ന്യൂക്ലിയസ് ആയിട്ടാണ് എമിറ്റ് ചെയ്യുന്നത്. കോമൺ ഇൻ ഹെവി ആറ്റംസ് ആണ്. ഈ ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡീകെയെ കുറിച്ച് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ 3 ടൈപ്പ് ഉണ്ടെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. ദെൻ ബീറ്റ ആൻഡ് ഗാമ ഡീകെ മെയിനായിട്ട് ബീറ്റ ചേഞ്ചസ് ന്യൂട്രോൺ ടു പ്രോട്ടോൺ, ഗാമ റിലീസസ് എനർജി. അതായത് ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ന്യൂട്രോൺ തന്നെ പ്രോട്ടോണായിട്ട് മാറിയിട്ട് പിന്നെ എനർജി റിലീസ് ചെയ്യുന്നതിനാണ് നമുക്ക് ബീറ്റ ഡീകെ അല്ലെങ്കിൽ ഗാമ ഡീകെ എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഫോഗ്രാഫിക്സിൽ ആക്ച്വലി പറയുന്നുണ്ട് ആൽഫ ഡീകെ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അകത്ത് 2 പ്രോട്ടോൺ 2 ന്യൂട്രോൺ ഉണ്ടാവും. ബീറ്റ ഡീകെയിൽ എന്താണ്, 1 പ്രോട്ടോൺ 1 ന്യൂട്രോൺ 1 ഇലക്ട്രോൺ ആണ്. ഗാമ ഡീകെയിൽ 1 ഫോട്ടോൺ ആണ് ആക്ച്വലി എമിറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് അസ്റ്റാറ്റിൻ എലമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ ആക്ച്വലി 85 ആണ്. അതിൻ്റെ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറാണ്. ആൽസോ ഇറ്റ് ഈസ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആക്ച്വലി ഈ ഇൻഫോഗ്രാഫിൽ മെൻഷൻ ഔട്ട് ചെയ്യുന്നുണ്ട്. സിമ്പിൾ വന്നിട്ട് AT ആണ് അതിൻ്റെ സിമ്പിൾ മെയിനായിട്ട് വരുന്നത്. ഇനി അസ്റ്റാറ്റിൻ എലമെൻറ്റ് ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ റെയർ ആണ്, റേഡിയോ ആക്റ്റീവ് ആണ്, സോളിഡ്, ബിഹേവ്സ് ലൈക്ക് അയഡിൻ. ഐസോട്ടോപ്സ് വന്നിട്ട് 41 നോൺ അസ്റ്റാറ്റിൻ 211 ആണ്. യൂസ്ഡ് എന്താണ് ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനാണ്. ഇത് മെയിനായിട്ട് ഒക്കറൻസ് വരുന്നത് ഇൻ ദ ഫോം ഓഫ് ഡീകെ ഓഫ് തോറിയം ആൻഡ് യുറേനിയത്തിൻ്റെ ഡീകെയിലാണ് മെയിനായിട്ട് വരുന്നത്. ന്യൂക്ലിയർ കൺസെപ്റ്റിലോട്ട് പോവുകയാണ്. അതിൻ്റെ തന്നെ നേരത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻറ്റ് ടേം വന്നിട്ട് പ്രോട്ടോൺ ഡ്രിപ്പ് ലൈൻ എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ബൗണ്ടറി വെയർ പ്രോട്ടോൺസ് ആർ ലോസ്റ്റ് ഫ്രം ന്യൂക്ലിയസ്. അതായത് നമ്മൾ ഒരു റേഡിയോ ആക്റ്റീവിൻ്റെ ലിമിറ്റ് എത്തുന്ന ആ ഒരു പോയിന്റ് എപ്പോഴാണ് പ്രോട്ടോൺ എമിറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ത്രഷോൾഡ് പോയിന്റിനാണ് നമ്മൾ എന്താണ് പ്രോട്ടോൺ ഡ്രിപ്പ് ലൈൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ടൈം ഫോർ ഹാഫ് ഓഫ് എ സാമ്പിൾ ടു ഡീകെ.
അതായത് ആ ഒരു സാമ്പിൾ, ആ റേഡിയോ ആക്റ്റീവ് സാമ്പിളിന് അതിൻ്റെ പകുതിയോളം ഡീക്കേ വരാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് ആക്ച്വലി എന്താ ന്യൂക്ലിയർ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ദെൻ കംസ് ഫ്യൂഷൻ ഇവാപ്പറേഷൻ. ഹെവി എലമെന്റ്സ് ആർ മെയ്ഡ്, പാർട്ടിക്കിൾസ് ഇവാപ്പറേറ്റ് ആഫ്റ്റർ ഫ്യൂഷൻ. ഇതാണ് ആക്ച്വലി ഫ്യൂഷൻ ഇവാപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെവി എലമെന്റ്സ് ആണ് ആക്ച്വലി ഈ ഫ്യൂഷൻ ഇവാപ്പറേഷൻ കൊണ്ട് ഉണ്ടാകുന്നത്. ആക്ച്വലി രണ്ട് മോളിക്യൂളും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഹെവി എലമെന്റ്സ് ഫോം ചെയ്യും, പാർട്ടിക്കിൾ അതിനുശേഷം എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്യും. ഇതാണ് ആക്ച്വലി ഫ്യൂഷൻ ഇവാപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ന്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഉള്ളത്. ഇത് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ആസ്പെക്റ്റിൽ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ GS പേപ്പർ 3 കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ന്യൂസിലോട്ട് നമുക്ക് പോകാം. അടുത്ത ന്യൂസ് എന്ന് വെച്ചാൽ ഒരു എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആസ്പെക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഇത് വന്നിട്ട് എയർ പൊല്യൂഷൻ ആൻഡ് കമ്മ്യൂട്ടർ എക്സ്പോഷർ. അതായത് ഈ കറസ്പോണ്ടിൽ ഇപ്പം നമ്മൾ സിറ്റീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രാഫിക്കാണ് ആക്ച്വലി എയർ പൊല്യൂഷൻ കോൺട്രിബ്യൂട്ടറിൽ മേജർ കോൺട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ കമ്മ്യൂട്ടേഷൻ്റെ ഈ സമയം അപ്പോൾ ഉണ്ടാകുന്ന എമിഷനൊക്കെ ഹെവിയാണ്. ആ ഒരു എന്താ പറയുക, ആ ഒരു ലൊക്കേഷനിൽ പൊല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് പാസഞ്ചേഴ്സിന് പൊല്യൂഷൻ ഫ്രീ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഡ്രം ആപ്പ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ആരുടെ ഡെവലപ്മെൻറ്റിലാണ്? IIT ഖരഗ്പൂറിൻ്റെ ഡെവലപ്മെൻറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഇതിൻ്റെ ഹെൽപ്ഫുൾ എന്ന് വെച്ചാൽ ഈ ഡ്രം ആപ്പ് വഴിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രൈവറിനോ അല്ലെങ്കിൽ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ആൾക്ക് 5 റൂട്ട് ഓപ്ഷൻസ് ഓഫർ ചെയ്യുന്നുണ്ടാവും. എങ്ങനെ? റിയൽ ടൈം എയർ ഡേറ്റയുടെ കളക്ഷൻ നോക്കിയിട്ട് പൊല്യൂഷൻ ഏറ്റവും കുറഞ്ഞ 5 റൂട്ട് അവർ സജസ്റ്റ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് ഏറ്റവും പൊല്യൂഷൻ കുറഞ്ഞിട്ടുള്ള റൂട്ട് എടുത്തിട്ട് അവരുടെ മൂവ്മെൻറ്റ് ക്യാരി ഓവർ ചെയ്യാം. അപ്പോൾ ഇതൊരു ഈ ഇന്നോവേഷൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. റിയൽ ടൈം എയർ ആൻഡ് ട്രാഫിക് ഡാറ്റ അവൈലബിൾ ആയിരിക്കും, സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസിങ് പൊല്യൂഷൻ എക്സ്പോഷർ ആൻഡ് എനർജി യൂസ്. അപ്പോൾ അത്രയും നമുക്ക് പൊല്യൂഷൻ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ പറ്റും ഇത് യൂസ് ചെയ്തിട്ട്. ഇനി ഇതിൻ്റെ ഒരു ചലഞ്ചായിട്ട് പറയുന്ന ഡാറ്റ ചലഞ്ചും ഫ്യൂച്ചർ സ്കോപ്പുമാണ്. അതായത് എയർ ക്വാളിറ്റിയുടെ ഡാറ്റ നമുക്ക് അവൈലബിൾ ആവുന്നതിലും ഒരു ചലഞ്ചുണ്ട്. അത് കാരണം ഇതൊരു തേർഡ് പാർട്ടി ആപ്പ് ആയതുകൊണ്ട് തന്നെ റിയൽ ടൈം ഡാറ്റ IMDയിൽ നിന്ന് എടുത്തിട്ടാണ് ആക്ച്വലി കൊടുക്കുന്നത്. അപ്പോൾ ആ ഡാറ്റ അവൈലബിലിറ്റിയിൽ ഒരു ഇഷ്യൂ ഉണ്ട്. അതുപോലെ ഫ്യൂച്ചറിൽ ഇതിനെ ക്രൗഡ് സോഴ്സ് ഡാറ്റ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ചാലഞ്ചും കൂടെ മെൻഷൻ ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ആപ്പിന് ബേസ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രിൻസ് പോയിന്റ് നോക്കാം. ഈ പ്രിൻസ് പോയിന്റ് മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നത് എയർ പൊല്യൂഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ എയർ പൊല്യൂഷൻ ഇമ്പാക്ട്സ് ഓൺ ഹെൽത്ത് ആൻഡ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്നൊരു ഹെഡിങ് ആണ്. അതായത് ഹെൽത്ത് കൺസേൺ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കോസസ് ലങ്, ഹാർട്ട് ആൻഡ് ബ്രെയിൻ ഡിസീസ് ആണ് മെയിനായിട്ട്. ഇൻക്രീസസ് റിസ്ക് ഓഫ് സ്ട്രോക്ക് ആൻഡ് ക്യാൻസർ ആണ്. റെഡ്യൂസസ് ലൈഫ് എക്സ്പെക്റ്റൻസി ബൈ 1 to 2 years ആണ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂ വരുന്നത്. ഇനി റിയൽ ടൈം അർബൻ മൊബിലിറ്റി ആപ്പും പൊല്യൂഷൻ മാപ്പിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മെയിൻ യൂസ് ചെയ്യുന്ന ആപ്പ് ആക്ച്വലി GPS ആണ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നത്. അതേപോലെ സെൻസേഴ്സ് ഫോർ ട്രാഫിക് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. മാപ്പിംഗ് മെയിനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ് ഷോസ് എയർ ക്വാളിറ്റി ഇൻ റിയൽ ടൈം എന്നുള്ളതാണ്. സ്മാർട്ട് സിറ്റിയിൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് പ്ലാൻ, ക്ലീനർ ട്രാൻസ്പോർട്ട് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഈ ഒരു ഏരിയയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. അതെന്താ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ മോണിറ്ററിംഗ് നെറ്റ്വർക്ക് ആൻഡ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്സ് ആണ്. അപ്പോൾ മോണിറ്ററിംഗ് മെയിനായിട്ട് എയർ ക്വാളിറ്റി സ്റ്റാറ്റസ് കൺസിഡർ ചെയ്യുന്ന സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. ഇതിൻ്റെ മെയിൻ ഇഷ്യൂ അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഗുഡ് സെൻസേഴ്സ് ഇൻ ദ ഏരിയ. ആ ഏരിയയിൽ ഡാറ്റ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സെൻസേഴ്സ് അവൈലബിലിറ്റി ഇല്ല എന്നുള്ളൊരു മെയിൻ ഇഷ്യൂ ആണ്. അപ്പോൾ ഇതും ആക്ച്വലി ഒരു എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റിലുള്ള ന്യൂസാണ്. GS പേപ്പർ 3 നമുക്ക് സയൻസ് ആൻഡ് ടെക് ആംഗിളിൽ മെയിനായിട്ട് ഓർഡർ പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. നെക്സ്റ്റ് ന്യൂസ് വന്നിട്ട് ഒരു ആൻറ്റി മൈക്രോബൽ റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫ് ചെയ്യണം. ബാക്ടീരിയ ഫാജ് എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് ആൻറ്റി മൈക്രോബൽ റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാമെന്നാണ് ന്യൂസിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ആൻറ്റി മൈക്രോബൽ റെസിസ്റ്റൻസ് കോസസ് 5 million ഡെത്ത്സ് ആനുവലി. അപ്പോൾ ആനുവലി 5 million ഡെത്ത്സ് വരെ കോസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ആക്ച്വലി ആൻറ്റി മൈക്രോബൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് കൂടിയും ഫാർമസ്യൂട്ടിക്കൽസ് ഇപ്പോഴും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതിൽ നിന്ന് ആക്ച്വലി പിൻവാങ്ങുന്നില്ല. അവർ സ്റ്റിൽ ദേ ആർ റെഫറിങ് ആൻറ്റിബയോട്ടിക്സ് ഫോർ സ്മോൾ ഹെൽത്ത് ഇൽനെസ് ആൾസോ. ഈ ഒരു ആൻറ്റിബയോട്ടിക്സിൻ്റെ ഓവർ ഡോസേജ് യൂസാണ് ആക്ച്വലി അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആ ബാക്ടീരിയയ്ക്ക് ഡെവലപ്പ് ആക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയാണ് ആക്ച്വലി ഇപ്പോൾ എന്താണ് ബാക്ടീരിയോ ബേജ് എന്ന് പറഞ്ഞിട്ട് ഒരു വൈറസ് യൂസ് ചെയ്തിട്ട് ഈ ബാക്ടീരിയ നമുക്ക് ഓവർകം ചെയ്യാമെന്നുള്ള സ്റ്റഡീസ് മെയിനായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് മെയിനായിട്ട് നമുക്ക് എന്താണ് നാച്ചുറലി നമുക്ക് അല്ലെങ്കിൽ ജനറ്റിക്കലി നമുക്ക് ഉണ്ടാവുന്ന ഈ ഒരു ഈ ചേഞ്ചസ് എന്ന് എഞ്ചിനീയർഡ് അപ്രോച്ച് വഴി ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ആക്ച്വലി കണ്ടുപിടുത്തം വരുന്നത്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വൈറസ് വെച്ചിട്ട് നമുക്ക് ആൻറ്റി മൈക്രോബൽ റെസിസ്റ്റൻസ് എന്നുള്ള ആ ഒരു ആൻറ്റി മൈക്രോബൽ റെസിസ്റ്റൻസിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് എത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ പറ്റും വിത്ത് പ്രോട്ടീൻ തെറാപ്പി മെയിൻറ്റെയിൻ ചെയ്തിട്ട് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ആക്ച്വലി ഈ കണ്ടുപിടുത്തം മെയിനായിട്ട് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഇന്നോവേഷൻ ഫ്യൂച്ചറിൽ ഇത് എങ്ങനെ നമുക്ക് ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടുവരാമെന്ന് വെച്ചാൽ AI പവേർഡ് ഫേജ് സിന്തസിസ് ഡിവൈസ് വെച്ചിട്ട് നമുക്ക് കൂടുതൽ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്ടീരിയ ഫേജിനെ ഡെവലപ്പ് ചെയ്യാം. ഈ ഒരു ആൻറ്റി മൈക്രോബ് റെസിസ്റ്റൻസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യാമെന്നാണ് ആക്ച്വലി ഇവർ കണ്ടുപിടുത്തം മെയിനായിട്ട് പറയുന്നത്. പക്ഷേ സ്റ്റിൽ ഇതിൻ്റെ യൂസേജ് നമുക്ക് ക്ലിനിക്കലി ട്രയൽഡ് അല്ല. അപ്പോൾ ആ ക്ലിനിക്കൽ ട്രയൽ നമുക്ക് കീപ്പ് ചെയ്യണം. അതേപോലെ ഇതിൻ്റെ ഡ്രഗ് റെഗുലേഷനും ഡിവൈസ് റെഗുലേഷനും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ആക്ച്വലി ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിലിംസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് കീ ടേംസ് ഉണ്ട്. അത് ഫസ്റ്റ് ആണ് മജിസ്ട്രൽ റൂട്ട് എന്ന് പറയണം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ കസ്റ്റം മെയ്ഡ് മെഡിസിൻസ് പ്രിപ്പയർഡ് ബൈ ഫാർമസിസ്റ്റ് യൂസ് ടൈലേർഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഇൻഡിവിജ്വൽ പേഷ്യൻസ് ആൻഡ് ഈസ് റിലവൻസ് യൂസ്ഡ് ഇൻ ഫേജ് തെറാപ്പി ഫോർ സ്പെസിഫൈഡ് ബാക്ടീരിയ. അതായത് നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ഉള്ള ഒരു ഡിസീസിന് വേണ്ടിയിട്ട് ഫാർമസ്യൂട്ടിക്കൽസ് ലെവൽ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ആക്ച്വലി ഏത് മജിസ്ട്രൽ റൂട്ട് വഴി ഉണ്ടാക്കുന്ന മെഡിസിനാണ് നമ്മൾ ഏതിന് യൂസ് ചെയ്യുന്നത്, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെതിരെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് ആക്ച്വലി എന്ത് പറഞ്ഞാൽ മജിസ്ട്രൽ റൂട്ട് എന്ന് പറഞ്ഞാൽ. ഈ ഒരു മജിസ്ട്രൽ റൂട്ട് വഴിയാണ് നമുക്ക് ബാക്ടീരിയൽ ഫാജ് യൂസ് ചെയ്തിട്ട് ആൻറ്റി മൈക്രോബ് റെസിസ്റ്റൻസിനെതിരെയുള്ള ട്രീറ്റ്മെൻറ്റ് മെയിനായിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. ദെൻ AI ഇൻ മെഡിക്കൽ ബയോടെക്നോളജി, നമുക്ക് AI എങ്ങനെ യൂസ്ഫുൾ ആവും മെഡിക്കൽ ബയോടെക്നോളജി എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മെയിൻ റോൾ വന്നിട്ട് AI ഹെൽപ്പ് ഇൻ ഡിസൈൻ ഡ്രഗ്സ്, അനലൈസ് ജെനറ്റിക് ഡാറ്റ. ഈ ഒരു രണ്ട് ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആണ് AI യൂസ്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വന്നിട്ട് സ്പീഡ്സ് ഓഫ് ഡിസ്കവറി ഓഫ് ന്യൂ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ന്യൂ ട്രീറ്റ്മെൻറ്റ് ഡിസ്കവറിക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഹൈലി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എങ്ങനെയാണ് മെഡിക്കൽ ബയോടെക്നോളജിയുടെ AI ആപ്ലിക്കേഷൻ വരുന്നത് എന്നുള്ളത്. ദെൻ ഓഫ് കോഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് കീവേഡ് വന്നിട്ട് ബാക്ടീരിയ ഫേജസ് ആണ്. അപ്പോൾ ബാക്ടീരിയ ഫേജസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത് ബാക്ടീരിയ ആണെന്ന് വിചാരിക്കണം. ദേ ആർ വൈറസസ് ദാറ്റ് കിൽ ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയ കില്ല് ചെയ്യുന്ന വൈറസസിനാണ് ആക്ച്വലി ചെയ്ത് ബാക്ടീരിയ ഫേജ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ ട്രീറ്റ് ഇൻഫെക്ഷൻസ് എസ്പെഷ്യലി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് പാർട്ട്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ടാർഗറ്റ് സ്പെസിഫിക് ബാക്ടീരിയ ആൻഡ് ലെസ് ലൈക്ലി ടു കോസ് റെസിസ്റ്റൻസ്. ഇതാണ് മെയിനായിട്ട് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിൽ ബാക്ടീരിയ ഫേജസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു ഇൻഫോഗ്രാഫിക്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് മനസ്സിലാവും ഈ ഒരു ബാക്ടീരിയ ഫേജും അതിൻ്റെ മെയിൻ ഒരു സ്ട്രക്ചർ ലെവലും ഈ ഒരു പ്രോട്ടീൻ സിന്തസിസ് ആണ് ആക്ച്വലി ഒറിജിനലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്ടീരിയ ഓവർകം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഇത് നമുക്ക് GS പേപ്പർ 3 ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഹെൽത്ത് സെക്ടറിൽ മെയിനായിട്ട് അല്ലെങ്കിൽ ബയോടെക്നോളജിയുടെ ആസ്പെക്റ്റിൽ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ന്യൂസ് വന്നിട്ട് സ്പേസ് ടെക്നോളജി ബേസ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആക്സിയം മിഷൻ എന്നുള്ള മിഷനെ മെയിനായിട്ട് ബ്രീഫ് ഔട്ട് ചെയ്യുന്ന ന്യൂസാണ്. അപ്പോൾ എന്താണ് ഈ മിഷൻ എന്ന് നോക്കാം. Axiom mission refers to privately funded crewed space flight to International Space Station organized by Axiom Space, US-based commercial space company. അതായത് ഒരു ആക്സിയം മിഷൻ ഒരു മിഷനെ കുറിച്ചാണ് മെയിനായിട്ട് ബ്രീഫ് ഔട്ട് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ്ലി ഗവൺമെൻറ് സ്പോൺസേർഡ് അല്ല, പ്രൈവറ്റ്ലി ഫണ്ടഡ് ഒരു മിഷനാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ലോ എർത്ത് ഓർബിറ്റിലുള്ള സ്പേസ് സ്റ്റേഷനിലോട്ട് ഹ്യൂമൻസിനെ എത്തിക്കുക എന്നുള്ള ആസ്പെക്റ്റിലുള്ള ഒരു മിഷനാണ് ആക്ച്വലി ഇത് ആക്സിയം മിഷൻ. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നതെന്ന് വെച്ചാൽ ഈ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എൻഹാൻസ് ചെയ്യുന്ന ഒരു മിഷനാണ് ആക്ച്വലി ആക്സിയം മിഷൻ. അപ്പോൾ ഇതിൻ്റെ സക്സസ്ഫുൾ ആവുന്നതനുസരിച്ച് ഇനി ഫ്യൂച്ചറിലും കൂടുതൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഏതിലോട്ട് വരും സ്പേസ് ടെക്നോളജിയിൽ കൂടുതൽ കൊണ്ടുവരാൻ പറ്റും. അത് ഇന്ത്യക്കും ആക്ച്വലി റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ആക്ച്വലി ന്യൂസിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൈവറ്റ് ഓസ്ട്രോനോട്ട് മിഷനാണ് ഈ ആക്സിയം മിഷൻ എന്ന് വെച്ചാൽ. പ്രൈവറ്റ് മിഷൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള ഓസ്ട്രോനോട്ട് മിഷനാണ് ആക്ച്വലി അത് ആക്സിയം മിഷൻ എന്ന് വെച്ചാൽ. അത് ഓസ്ട്രോനോട്ട്സിനെ ആ ഒരു സ്പേസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന ഒരു ഫസ്റ്റ് പ്രൈവറ്റ് മിഷനാണ്. ആൻഡ് ഇറ്റ് മാർക്സ് ദ ഫസ്റ്റ് ഫുള്ളി പ്രൈവറ്റ് ക്രൂഡ് മിഷൻ ടു ദ ISS ഇൻവോൾവിംഗ് കൊമേഴ്ഷ്യൽ ആസ്ട്രോനോട്ട്സ് ആൻഡ് സയൻറ്റിഫിക് റിസർച്ച്. In public-private partnership in space, missions are conducted in collaboration with NASA, SpaceX, highlighting the growing privatization of space exploration. നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ആക്ച്വലി ഇത് ഈ ഒരു ആക്സിയം മിഷൻ എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് നാസയും സ്പേസ് എക്സും ആയിട്ടൊരു ക്രൂ ഡ്രാഗൺ സ്പേസ് മിഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന മിഷനാണ് ആക്ച്വലി ഇത് ആക്സിയം മിഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ആക്സിയം മിഷൻ പ്രത്യേകത ഫുള്ളി പ്രൈവറ്റ് ഫണ്ടഡ് ആണ്. ഇനി ഗോൾ ഓഫ് ബിൽഡിംഗ് എ പ്രൈവറ്റ് സ്പേസ് സ്റ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ സ്പേസ് സ്റ്റേഷനിൽ പോവുക, അവിടെ റിസർച്ച് ചെയ്യുക, അതേപോലെ ഒരു പ്രൈവറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള സ്പേസ് സ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള യൂസ് വരുന്നത്. കാരണം ഇതുവരെയായിട്ട് ഗവൺമെൻറ് അസിസ്റ്റൻസിലാണ് സ്പേസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ റിസർച്ചും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രൈവറ്റ് ഫണ്ടഡ് ആയിട്ട് സ്പേസ് സ്റ്റേഷൻ വരുമ്പോൾ പിന്നും റിസർച്ചിനെ നമുക്ക് കൂടെ എലാബറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗഗൻയാൻ മിഷനിൽ നമ്മൾ ഓസ്ട്രോണോമിക്സിനെ ഈ ലോ എർത്ത് ഓർബിറ്റിലോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് ബൂസ്റ്റ് ആവുന്നുണ്ട് ഈ ഒരു മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ പ്രൈവറ്റ് ഫണ്ടഡ് മിഷൻ പോകുന്നതനുസരിച്ച് ഇന്ത്യയിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഒരു സക്സസ് സഹായിക്കുമെന്നാണ് ന്യൂസിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജി ആസ്പെക്റ്റ് സ്പേസ് ടെക്നോളജിയിൽ നമുക്ക് ന്യൂസ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് ബ്രീഫിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ ബയോടെക്നോളജി ന്യൂസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്പേസ് ടെക്നോളജി ന്യൂസ് വന്നു. അപ്പോൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിനായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ നോട്ട്സിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ അടുത്ത ദിവസം വീണ്ടും വേറൊരു ന്യൂസ് അനാലിസിസ് വീണ്ടും കാണാം. താങ്ക് യു.